ഓക്കെ, നമ്മൾ രാവിലെ നമ്മുടെ ഇതൊന്ന് പ്രൊജക്ടറിൻ്റെ കൂടെ ഒന്ന് ശരിയായിക്കോട്ടെ. അപ്പം ഇന്ന് നമ്മുടെ ലാസ്റ്റ് ദിവസമല്ലേ? ഇവിടെ നിന്ന് പോകണ്ടേ? ഇവിടെ നിന്ന് പോകണം. ചിലരൊക്കെ സുഖം പിടിച്ചു പോയി. ഒരു പണിയെടുക്കണ്ട, സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്നാൽ മതിയല്ലോ, ഒരു ടെൻഷനും ഇല്ല, എങ്ങും പോവുകയും വേണ്ട, ആരുടെ ചീത്തയും കേൾക്കണ്ട, അല്ലേ? സ്വസ്ഥമായിട്ട് ഇരുന്നാൽ മതി. ഇതാണ് ഈ പത്രോസ്ലീഹ ഈശോയോട് പറഞ്ഞില്ലേ, കർത്താവേ, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലത്, ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, അല്ലേ? ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. കർത്താവ് എന്താ പറഞ്ഞെന്നറിയാം? അതായത് പത്രോസിന് സുഖം പിടിച്ചു പോയി. അവിടെ ചെന്നപ്പോൾ നല്ല സുഖം, ദൈവികമായൊരു മേഖലയിലാണല്ലോ, ദൈവിക മേഖലയിലാണ്. അപ്പോൾ അവിടെ വേറെ ടെൻഷനൊന്നുമില്ല, എല്ലാം കൊണ്ട് നല്ല സുഖമാണ്. കർത്താവോട് ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ, ഇവിടെ വെറുതെ ഇരുന്നാൽ മതി. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞതറിയോ? താഴ്വാരത്തിലേക്ക് പോകാനാണ്, ഇറങ്ങി വരാനവർ താഴേക്ക് പോവുക. ഈ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുക. എന്താണ് താഴെ എന്നറിയാവോ? താഴെ എന്തായിരുന്നു? ഇവർ ചെന്നപ്പോൾ അവിടെ ഇവരെയും കാത്ത് ധാരാളം മനുഷ്യർ നിൽപ്പുണ്ടായിരുന്നു. അതാണ് ഈ ദൈവിക മേഖലയിൽ ഇങ്ങനെ ഒതുങ്ങി നിന്നാൽ പോരാ, മലയിൽ നിന്ന്, താബോറിൽ നിന്ന് താഴ്വാരത്തിലേക്ക് പോകണം. അതാണ് കർത്താവ് ആവശ്യപ്പെട്ടത്. അതുപോലെ നേരത്തെ ഇതുപോലെ തന്നെ ഒരു സംഭവം വേറെ സ്ഥലത്തുണ്ട്. അതെന്താണെന്നറിയൂ? അപ്പം വർദ്ധിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തേ? അപ്പം വർദ്ധിപ്പിച്ച് ഇങ്ങനെ 5000 പേരെ തീറ്റിയപ്പോൾ ഇവർക്ക് സന്തോഷമായി, അപ്പോസ്തലന്മാർക്ക് സന്തോഷമായി. ആരോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, എത്ര കുട്ട ബാക്കിയുണ്ടായി? 12 കുട്ട ബാക്കിയുണ്ടായി. ഇപ്പൊ ഏതൊരു അച്ഛൻ പണ്ട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ഓരോ കുട്ട ഓരോ അപ്പോസ്തലന്മാര് കട്ടെടുത്തെന്നല്ല, അവരുടെ ഷെയറായിട്ട് മാറ്റി വെച്ചു. ഓരോരുത്തരും ഓരോ കൊട്ട മാറ്റി വെച്ചു എന്ന്. അതുകൊണ്ടാണ് 12 കൊട്ട ബാക്കി വന്നതെന്ന് ഏതൊരു അച്ഛൻ പറഞ്ഞ് ഞാൻ ഓർക്കണം. അപ്പൊ അവിടെ അപ്പം വർദ്ധിച്ചു കഴിഞ്ഞപ്പോ എന്താ ചെയ്തേ? ഇവരെല്ലാരും കൂടി യേശുവിനെ രാജാവാക്കാൻ ശ്രമിച്ചു, ഇല്ലേ? എല്ലാവരും. അതിന് അപ്പോസ്തലന്മാരായിരിക്കും ചിലപ്പോ കൂട്ടുപിടിച്ചത്, മുൻപിൽ നിന്നത്. ഈശോ എന്താ പറഞ്ഞ? അക്കരയ്ക്ക് പോവുക. ആണോ? ഈശോ എന്ത് ചെയ്തു? ഈശോ പ്രാർത്ഥിക്കാനായി. ഈശോയെ രാജാവാക്കാൻ ശ്രമിച്ചു എന്ന് കണ്ടപ്പോൾ ഈശോയ്ക്ക് സങ്കടം വന്നു, സത്യത്തിൽ സങ്കടം വന്നു. കാരണം അതിനല്ലല്ലോ നാം വന്നത്, അതിനല്ലല്ലോ ഈ ശിഷ്യന്മാരെ ഇത്ര വരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത്. എന്നിട്ട് ഇവർ ഇതാണ് ചിന്തിക്കണം. അപ്പൊ യേശു എന്ത് ചെയ്തു? യേശു പ്രാർത്ഥിക്കാൻ അവൻ തനിയെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അവൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തനിയെ മലമുകളിലേക്ക് പോയി. എന്നിട്ടോ ഇവരോട് പറഞ്ഞു അക്കരയ്ക്ക് പോവുക. അക്കരെ എന്തായിരുന്നു? ഇവരെത്തുന്നതിന് മുമ്പേ അവിടെ രോഗികളും ദരിദ്രരും പീഡിതരും ഒക്കെ വന്ന് കാത്തു നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. മലമുകളിൽ ഇരുന്നാൽ പോരാ, അവിടെ നിന്ന് താഴ്വാരത്തേക്ക് ഇറങ്ങണം. അപ്പം വർദ്ധിപ്പിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബ്രെഡ്, അപ്പം വർദ്ധിപ്പിക്കുന്ന ആ സന്തോഷത്തിൽ നിന്നാൽ പോരാ, അക്കരെ ഉള്ള മനുഷ്യരിലേക്ക് ചെല്ലണം. അതാണ് നമ്മുടെ ഇനിയുള്ള പണി. ഈ 2-3 ദിവസം നമ്മൾ താബോറിലായിരുന്നു. ഇന്നും ഈ 2-3 ദിവസം നമ്മൾ ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന ആ വലിയ സുന്ദര അനുഭവത്തിലായിരുന്നു. ഇനിയാണ് നമ്മുടെ ദൗത്യം. കം ടു ഗോ. വരുവിൻ, പോകാൻ, പോകുവിൻ. അപ്പം അതാണ്. ഇതിന് വേറൊരു സംഭവം കൂടെ ഉണ്ട്. അതായത് കർത്താവ് തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നടത്തിയത് എപ്പോഴാണെന്നറിയുക? പീഡാസഹനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ കർത്താവ് നടത്തുന്നത് ഈ പ്രലോഭനങ്ങളുടെ മധ്യയാണ്. താബോർ മലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈശോ പീഡാനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം വർദ്ധിപ്പിക്കൽ സംഭവത്തിന് ശേഷവും ഈശോ പീഡാനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. എന്തുകൊണ്ടത്? ഞാൻ വന്നത് ഇതിനല്ല, ഞാൻ വന്നത് രാജാവാകാനല്ല, ഞാൻ വന്നത് അത്ഭുത പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യാനല്ല. അപ്പൊ ഈ അത്ഭുത പ്രവർത്തനങ്ങളുടെ മധ്യേ ആകൃഷ്ടരായി നിൽക്കുന്ന ശിഷ്യന്മാർ, അല്ലെങ്കിൽ ദൈവിക മേഖലയിൽ മതിമറന്ന് നിൽക്കുന്ന ശിഷ്യന്മാർ, അവരോട് ഈശോ പറയാണ്, ഇതല്ല വഴി, കുരിശിൻ്റെ വഴിയാണ്. അതുകൊണ്ട് പ്രലോഭനങ്ങളുടെ നടുവിൽ ഈശോ എപ്പോഴും പറഞ്ഞത് തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച്. അങ്ങനെ 3 പ്രവചനങ്ങൾ നമുക്ക്
യേശുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ കാണാം. മനുഷ്യപുത്രൻ സഹിക്കേണ്ടി വരും, ഏൽപ്പിച്ചു കൊടുക്കപ്പെടും, എന്നാൽ അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ യേശുവിൻ്റെ പീഡാസഹനങ്ങളൊക്കെ അതാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ 2-3 ദിവസങ്ങൾ നമ്മൾ വെറുതെ വിശ്രമിക്കാൻ വന്നതെല്ലാം നമുക്കറിയാം. നമ്മളിവിടെ ഈ കേട്ട കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ, അനുഭവിച്ച കാര്യങ്ങൾ, അതെല്ലാം നമുക്കൊരു ആശ്വാസത്തിനോ സാന്ത്വനത്തിനോ മാത്രമുള്ളതല്ല എന്ന് നമുക്കറിയാം. നമ്മൾ പോകാൻ വേണ്ടി വന്നവർ. ആ പോകുന്നിടത്ത് കർത്താവ് നമ്മളോട് പറയുന്നു, നമ്മുടെ ലക്ഷ്യം കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയാണ്. അതിലൂടെ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും നേടാനാവുക. നമുക്ക് നേടാനാവില്ല, യേശുവിന് വേണ്ടി നേടാൻ. നമുക്ക് നേടാനല്ല, യേശുവിന് വേണ്ടി നേടാൻ. നമ്മൾ ആരാധന സമയത്ത് കർത്താവിൻ്റെ തൻ്റെ തന്നെ ബ്രദർ നമ്മളോട് പറയായിരുന്നു, യേശു തന്നെയാണ് എല്ലാം. അവിടെ നിന്ന് ആരാണെന്നും വ്യക്തമാക്കി തരിക. അതിനുവേണ്ടി നിലകൊള്ളാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ ആ ഒരു ബോധ്യത്തിലാണ് നമ്മൾ പോകേണ്ടത് എന്ന കാര്യം. ഓക്കെ, സന്തോഷമാണോ? അതാ, നമുക്കൊരു പാട്ട് പാടിയാലോ? അപ്പോഴേക്കും നമ്മുടെ പ്രോജക്റ്റ് ശരിയാണ്. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനും സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനും സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിരേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിരേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. നിന്നതെല്ലാം ദൈവം നമ്മെ നീക്കിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതെല്ലാം ദൈവം നമ്മെ നീക്കിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വഴികൾ ഓർത്തിടുമ്പോ നന്ദിയോടെ വാദം സ്തുതി പാടിടാ. നടത്തിയ വഴികൾ ഓർത്തിടുമ്പോ നന്ദിയോടെ വാദം സ്തുതി പാടിടാ. ജയം തന്ന ദൈവത്തിനു ഇതുവരെ കരുതിയ, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനും സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിരേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിരേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. സാധ്യതകളോ അസ്തമിച്ചു പോയിരുന്നോ, സോദരങ്ങളോ അകന്നു മാറിയിരുന്നോ. സാധ്യതകളോ അസ്തമിച്ചു പോയിരുന്നോ, സോദരങ്ങളോ അകന്നു മാറിയിരുന്നോ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ, സകലത്തിനും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ, സകലത്തിനും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനും സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം,
രാവിലെ നല്ല ആവേശമുണ്ടോ? അത് ഒരു മിനിറ്റ്. അത് സിമ്പിൾ, സോ സിമ്പിൾ, സോ സിമ്പിൾ. കുത്തി കുത്തി മടുത്ത ഇവിടെ എത്തിച്ചല്ലോ, അത് വലിയ കാര്യം. അതിനായിരുന്നു കാര്യം. ഓക്കെ, ഓക്കെ, സെറ്റായി. അപ്പോൾ എൻ്റെ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സാണ് കേട്ടോ. എൻ്റെ ലാസ്റ്റ് ക്ലാസ്. അത് കഴിഞ്ഞ് ബ്രദർ ഇന്ന് 2 ക്ലാസ് രാവിലെ എടുക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് നമുക്ക് 2 മണിക്ക് കുർബാന, തുടർന്ന് ഒരു ഇവാലുവേഷൻ. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും പോകാം. കേട്ടെ, എന്താ വിളിച്ചതെന്നാ പറഞ്ഞത്? എന്തിനാ വിളിച്ചത്? കം ടു ഗോ അല്ലേ? ഈശോ പറഞ്ഞ അങ്ങനല്ലേ? കം ആൻഡ് ഫോളോ മീ, കം ആൻഡ് ഫോളോ മീ, ഗോ ആൻഡ് പ്രൊക്ലെയിം. അതാണ് കം ആൻഡ് ഫോളോ മീ, ഗോ ആൻഡ് പ്രൊക്ലെയിം മീ. അതാണ്. ചിഹ്നമാണോ നയം? ആഹാ, ഇവിടെ ഇപ്പണ്ട. ഞാനോർത്ത് ചിന്നുവിനെ പോലത്തെ ഒരു പെൺകൊച്ചു പുറകിൽ വന്നിട്ട്. ഷാജിയുടെ മോളാണല്ലോ, ഷാജിയുടെ മകളാണ്. വലിയ പാട്ടുകാരിയുണ്ടോ? അതാണ്. ചിന്നുവൊക്കെ സൂപ്പർ പാട്ടുകാരൻ. പാട്ട് പാടണോ രാവിലെ? ചിന്നു നല്ല സുന്ദരമായിട്ട് പാടും. സിനിമയിലൊക്കെ പാടിയിട്ടുള്ള റെക്സ് ബാൻഡിന്റെ പാട്ടുകാരിയാണ് കേട്ടോ. ഇന്റർനാഷണൽ സിംഗറൊക്കെയാണ്. നമ്മളൊക്കെ ഇങ്ങനെ ഈ സിനുവിൻ്റെ ഒക്കെ മുമ്പിൽ പാടുമ്പോൾ പേടിക്കേണ്ടതാണല്ലേ. എനിക്കൊരു പേടിയില്ല. കാരണം നമ്മുടെ പാട്ട് നമുക്ക് അറിയാം എന്താ അവസ്ഥയെന്നല്ലേ. ഞാൻ പാട്ട് പാടിയ കാര്യം നല്ല തമാശയാണ്. ഈ സോജ സിസ്റ്ററിനൊക്കെ അറിയാം എൻ്റെ പാട്ട്. ഞാൻ ഒരിക്കലും ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത മനുഷ്യനായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പോലും എനിക്ക് ലിറിക്സ് പോലും അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് മാത്രമേ ഏതൊരു പാട്ട് അങ്ങനെയില്ല. പരിശുദ്ധാത്മാവി ആ പാട്ടില്ലേ, അത് മാത്രം അറിയാം. വേറൊരു പാട്ടിൻ്റെയും ലിറിക്സ് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ മാതാവിൻ്റെ ഏതൊരു പാട്ട് അറിയാം, ഏതായാലും നിത്യവിശുദ്ധയം കന്യാമനെ. അത് മാത്രം, അതിൻ്റെ മാത്രം ലിറിക്സ് ഓർമ്മയുള്ളൂ. വാക്കൊന്നും എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പാടാൻ ശ്രമിച്ചിട്ടുമില്ല. എനിക്കൊന്നിൻ്റെ പാട്ട് പറഞ്ഞുകൂടാ. എനിക്ക് പാടാൻ തോന്നിയിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ POCയിൽ ഞാനൊരു 6.5 വർഷത്തോളം POCയിലുണ്ടായിരുന്നു. ഈ ഡോക്ടറൽ കമ്മീഷൻ്റെ സെക്രട്ടറി ആയിട്ട്. ഞാനവിടെ ചെന്നത് താലന്തിൻ്റെ ചീഫ് എഡിറ്റർ എന്ന് പറഞ്ഞാണ്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡോക്ടറൽ കമ്മീഷൻ സെക്രട്ടറി തന്നു. ഒപ്പം തന്നെ ഈ PTI എന്ന് പറഞ്ഞൊരു സ്ഥാപനം അവിടെ തന്നെ ഉണ്ട്, POCയിലുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പാസ്റ്ററൽ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെയാണ് POCയുടെ എല്ലാ KCBCയുടെ എല്ലാ ട്രെയിനിങ്ങും പരിശീലനം കൊടുക്കുന്ന. അതിൻ്റെ കീഴിലാണ് വിറ്റ്നസ് ഓഫ് മേഴ്സിയൊക്കെ വന്നത്. അപ്പോൾ അതിൻ്റെ ചാർജും എനിക്കായിരുന്നു. അപ്പോൾ 3 കാര്യങ്ങളാണ് അന്നേരം കിട്ടിയത്. ഇതെല്ലാം ഒരു ദൈവഹിതം പോലെയാണ്. എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം തോന്നിയത്. അതെല്ലാം കർത്താവിൻ്റെ ഒരു വഴികളായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മിഷൻ്റെ എന്താ പറയുക, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചാർജായപ്പോഴാണ് ഈ മിഷന് ആളുകളെ ട്രെയിൻ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ അതിനുള്ള അവസരം ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇവർ ആന്ധ്രയ്ക്ക് പോയി എന്ന് പറഞ്ഞതുപോലെ ഒറീസയ്ക്ക് ഞങ്ങളന്ന് പോയി. ഒറീസയ്ക്ക് പോകുന്ന സമയത്ത് ട്രെയിനിൽ ഒക്കെ വെച്ചിങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയൊക്കെ പോയി. അവിടെ ചെന്ന് ഉച്ചവരെ ഞങ്ങൾക്ക് രാവിലെ മുതൽ ഉച്ചവരെ ആരാധന. അങ്ങനെയാണ്. അത് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. രാവിലെ മുതൽ ഉച്ചവരെ നമ്മൾ ആരാധന, വേറെ ഒരു പരിപാടിയില്ല. അപ്പോൾ രാവിലെ തുടങ്ങി നല്ല ഭയങ്കര പവറാണ് അന്നേരം. എല്ലാവരും ഭയങ്കര പവർഫുള്ളാണ്. 35 പേര് ഞങ്ങളുടെ ബാച്ചിൽ ആദ്യത്തെ പോയ ബാച്ചിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു 4 നൈറ്റാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ സ്റ്റേ ചെയ്തത്. അപ്പോൾ അതിലൊരു ഫസ്റ്റ് ഫ്രൈഡേ ഉണ്ടായിരുന്നു ആ ഒരു മാസത്തിൽ, ആദ്യ വെള്ളിയാഴ്ച. അപ്പം ഞങ്ങൾ താമസിച്ചത് വീടുകളിലല്ല, ഇതൊരു ഗോത്രങ്ങളാണ്. അവിടെ എല്ലാം ഒറീസയിലെ ഒല്ലട
എന്ന് പറയുന്ന സ്ഥലത്തെ ഗോത്രങ്ങളാണ്. അപ്പോൾ വില്ലേജുകളാണ്. ആ വില്ലേജുകളിൽ അപ്പോൾ നമുക്ക് അവിടെ താമസിക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ല. അപ്പോൾ അതൊരു ആശ്രമം എന്ന് പറഞ്ഞാൽ ഒരു ധ്യാനകേന്ദ്രം പോലെയാണ് ആ സ്ഥലം. അപ്പോൾ അത് രണ്ടച്ഛന്മാരും രണ്ടുപേരും മലയാളികളാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ താമസിച്ചു. അവിടെ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ മിഷന് പോകും. അങ്ങനെയായിരുന്നു. അപ്പം അന്ന് ഫസ്റ്റ് ഫ്രൈഡേ, ഈ അച്ഛൻ ധ്യാന പ്രസംഗകനും കൂടിയാണ്. അന്ന് ഫസ്റ്റ് ഫ്രൈഡേ അവിടെ കുറേ ആളുകൾ വരും, ഇഷ്ടംപോലെ ആളുകൾ വരും. അവരൊക്കെ ഈ ഒഡിയ സംസാരിക്കുന്ന ആൾക്കാരാണ്. അവർ ഹിന്ദി പോലും എല്ലാവരും സംസാരിക്കില്ല, ഒഡിയ ഭാഷ, അവിടുത്തെ ഭാഷ സംസാരിക്കുന്നു, നാടൻ ഭാഷ സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുർബാന 3 അച്ഛന്മാർ ചേർന്ന് കുർബാന ചൊല്ലി. ഞാൻ സൈഡിൽ നിന്നും മറ്റ് 2 അച്ഛന്മാരും ഉണ്ട്. 3 പേരും മലയാളികളാണ്. പക്ഷേ കുർബാന അവരുടെ ഭാഷയിലാണ്, ഒഡിയ ഭാഷയിലാണ്. പ്രസംഗം പറഞ്ഞപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു, അച്ഛൻ ഒഡിയ ഭാഷയിലേക്ക് അത് തർജ്ജമ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ കാര്യങ്ങൾ നടത്തിയത്. കുർബാന കഴിഞ്ഞപ്പോഴേക്കും അടുത്തത് ആരാധനയാണ്. അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ആരാധനയാണ്. ആരാധനയുടെ സമയമായി. കുർബാന കഴിഞ്ഞു, ആൾത്താര ചുംബിച്ചു. ഞങ്ങളിങ്ങനെ ഇറങ്ങാൻ പോയപ്പോഴേക്കും അച്ഛൻ സക്രാരി തുറക്കണ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും കപ്പിയാർ ആരാധനയ്ക്ക് ഇത് കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് അച്ഛൻ ഇത് തുറക്കണുണ്ട്, ആരാധനയുടെ സമയമായെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞങ്ങൾ അച്ഛന്മാർ രണ്ടുപേരും മുട്ടുകുത്തി. ഞങ്ങൾ അപ്പുറം ഇപ്പുറം മുട്ടുകുത്തി. ഈ അച്ഛൻ ആരാധനയ്ക്ക് എടുത്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് കോർഡ്ലെസ് മൈക്ക്. അച്ഛൻ ഈ മൈക്കെടുത്ത് എൻ്റെ അടുത്ത് തന്നു. അച്ഛൻ അങ്ങ് പോയി. 2 അച്ഛന്മാരും പോയി. അപ്പം ഞാനോർത്ത് ഇതെന്താണ് എൻ്റെ അടുത്ത് തന്നത്? എനിക്കൊന്നും അറിയാൻ പാടില്ല. ഹിന്ദി അറിഞ്ഞൂടാ, ഒഡിയ ഭാഷ അറിഞ്ഞൂടാ, ഒന്നും ധ്യാനിപ്പിക്കാൻ അറിഞ്ഞൂടാ. ഞാൻ കരിസ്മാറ്റിക്കുമല്ല. ഞാൻ ഒരിക്കലും സ്തോത്രം പറഞ്ഞിട്ടില്ല, പ്രൈസിലോട് പറഞ്ഞിട്ടില്ല, ഹല്ലേലൂയ പറഞ്ഞിട്ടില്ല. ഒന്നും അറിഞ്ഞൂടാ, പാടാനും അറിഞ്ഞൂടാ. ഇതെന്ത് ചെയ്യും? ഭാഷ അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ആരാധനയ്ക്ക് വിറ്റായിരുന്നു. പണ്ടൊക്കെ ഞാൻ ആരാധിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ അവിടെ പോയി മുട്ടുകുത്തിക്കും, നിശബ്ദമായിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയും, എന്നിട്ട് എല്ലാവരോടും ആരാധിച്ചോളാൻ പറയും നിശബ്ദമായിട്ട്, കർത്താവിൻ്റെ ഒപ്പം. അത് പക്ഷേ ഒരു പവർഫുൾ ആരാധന കേട്ടോ. അത് നിശബ്ദമായിട്ട് ഇങ്ങനെ ആരാധിക്കുന്നതിനൊരു ശക്തി ഭയങ്കരമാണ്. അങ്ങനെയായിരുന്നു എൻ്റെ ശീലം. ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒന്ന് പറയും, അല്ലെങ്കിൽ ഒരു ബൈബിൾ ഭാഗം വായിക്കും. അങ്ങനെയായിരുന്നു ഞാൻ ആരാധിപ്പിച്ചിരുന്നത്. ആ അവസ്ഥയിൽ ഞാൻ ഇവിടെ പോയിട്ട് ഈ ആൾക്കാരോട് ഞാൻ എന്ത് പറയാം? ഞങ്ങളുടെ ആളുകളൊക്കെ നിരന്നിരിക്കുക, 10-35 പേര്. അവരാണെങ്കിൽ എല്ലാം പുലികളാണ്. അവരൊക്കെ വലിയ ഒരു സിസ്റ്റർ, വലിയ വചനപ്രഘോഷക, പിന്നെ സോജന പോലത്തെ വലിയ പാട്ടുകാർ, എല്ലാവരും കരിസ്മാറ്റിക്കുകാർ, കുറേ പേരൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഞാൻ ഈ മൈക്ക് എടുത്തിട്ട് മുട്ടുകുത്തിക്കല, എനിക്ക് എഴുന്നേക്കാൻ തോന്നണില്ലേ. 1 മണിക്കൂറാണേ. അച്ഛൻ എന്നോട് പറഞ്ഞ്, അച്ഛാ 1 മണിക്കൂർ ആരാധനയുണ്ട്, അച്ഛൻ നടത്തിക്കുമെന്ന് പറഞ്ഞ് പോയിരിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എഴുന്നേറ്റ് നിന്നു. ഈ കോർഡ്ലെസ് മൈക്ക് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കർത്താവിനൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ അവസ്ഥ അറിയാമല്ലോ, എന്ത് ചെയ്യും? പെട്ടെന്ന് എൻ്റെ നാവിൽ ഒരു വിറവം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് നാവിലൊരു വിറവ്. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്താ സംഭവിച്ചത്. 1 മണിക്കൂർ ആരാധന 1.5 മണിക്കൂർ ആരാധനയായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. അത് സ്തുതിപ്പെന്ന് പറഞ്ഞാൽ അവരൊക്കെ അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ അവരെല്ലാവരും എന്നോട് ഒരു സിസ്റ്റർ സിസി എന്ന് പറഞ്ഞൊരു സിസ്റ്ററുണ്ട്. സിസി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഒരു സ്തുതിപ്പ് ആരാധന കൂടിയിട്ടില്ല. അങ്ങനെ ഒരു അത്ഭുതം. അതാണ്. അന്നേരം ഞാൻ പാട്ടൊക്കെ പാടുന്നത് എവിടെന്നെ വന്നാവും ഈ പാട്ടൊക്കെ. ലിറിക്സ് പോലും ഓർമ്മയില്ല എനിക്ക് ഒന്നിൻ്റെ. പക്ഷെ അന്നേരം കുറേ പാട്ടും പാടി, കുറേ എന്താ പറയുക, സൗഖ്യവും നടന്നു. അതാണ് ഇഷ്ടം പോലെ സൗഖ്യം. എനിക്കാണെങ്കിൽ ശരീരം മൊത്തം വിരൽ മുതൽ എൻ്റെ തല വരെ ഇങ്ങനെ വേദന കൊണ്ട് ഞാൻ പൊളയണമായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ചിന്നുവിനെ കണ്ടതുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞത്. അതാണ്. ഓക്കെ. അപ്പോൾ ചേച്ചിയുടെ പേരാ പൊന്നു ചിന്നു. സാജി വിളിക്കണ പുന്നാര പേരാണ്. ഓക്കെ. ഞാനൊക്കെ ഇവരൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ കാണുന്നതാണ്. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ കടന്നു വരുന്നത് നമ്മുടെ എവാഞ്ചലൈസേഷൻ്റെ ഇനി അതാണ്. കർത്താവ് നമ്മളെ പറഞ്ഞയക്കാൻ വേണ്ടി വിളിച്ചതാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ, നമ്മൾ താബോർ അനുഭവത്തിൽ നിന്ന് താഴേക്ക്, താബോർ അനുഭവത്തിൽ നിന്ന് താഴ്വാരത്തിലേക്ക് ചെല്ലണം. അവിടെ വേദനിക്കുന്ന മനുഷ്യർ, നമ്മളെ ആവശ്യമുള്ള മനുഷ്യർ, കർത്താവിനെ അന്വേഷിക്കുന്ന മനുഷ്യർ, അതുപോലെ തന്നെ അപ്പം വർദ്ധിപ്പിക്കുന്ന അനുഭവത്തിൽ നിന്ന് മറുകരയിലേക്ക് ചെല്ലണം. അവിടെ ആളുകൾ കാത്തിരിപ്പുണ്ട്. അവരുടെ കൂടെ ആയിരിക്കാനാണ് നമ്മൾ വിളിക്കപ്പെട്ടത്. ഈ ഒരു ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ?
സഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം, അല്ല സഭയ്ക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നതും പറ്റിയിട്ടുള്ളതുമായ ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? നമ്മുടെ പ്രവാചക ദൗത്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ദ പ്രൊഫറ്റിക് ഫങ്ഷൻ. ബ്രദർ നിങ്ങൾക്ക് 3 ഫങ്ഷനെ കുറിച്ച് പറയും. ദ പ്രൊഫറ്റിക് ഫങ്ഷൻ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പ്രവാചക ദൗത്യം എന്ന് പറയുന്ന ഒരു ദൗത്യമുണ്ട്. ആ പ്രവാചക ദൗത്യം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡെഡിക്കേഷനാണ്. ആ ദൗത്യമാണ് നമുക്ക് വചന പ്രഘോഷണം. നമുക്ക് വചനം പ്രഘോഷിക്കാനുള്ള നമ്മുടെ ദൗത്യം പ്രവാചക ദൗത്യമാണ്. കർത്താവിന് വേണ്ടി സംസാരിക്കാനുള്ളത് പ്രവാചക ദൗത്യമാണ്. നമ്മുടെ ആ ദൈവിക ചൈതന്യ അരൂപി നിലനിർത്തേണ്ടത് പ്രവാചക ദൗത്യമാണ്. പുരോഹിതൻ എന്താ ചെയ്യണേ? പുരോഹിത ദൗത്യവും പ്രവാചക ദൗത്യവും രാജകീയ ദൗത്യവും ഒരുമിച്ച് പോകണം. ഏതെങ്കിലും ഒന്ന് മാത്രം ശ്രദ്ധിച്ച് ബാക്കിയെല്ലാം മറന്നു പോയാൽ അപകടമാണ്. പുരോഹിതൻ ചെയ്യുന്നത് എന്താണ്? പുരോഹിതൻ ചെയ്യുന്നത് ബലിയർപ്പണം, വിശുദ്ധീകരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് പറ്റുന്നതെന്നറിയാമോ? പുരോഹിതന്റെ ചിന്ത ബലിപീഠത്തെ കുറിച്ചാണ്. പുരോഹിതന്റെ ചിന്ത ദേവാലയത്തെ കുറിച്ചാണ്. പുരോഹിതന്റെ ചിന്ത ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചാണ്. പുരോഹിതന്റെ ചിന്ത ജനങ്ങളുടെ വിശുദ്ധീകരണത്തെ കുറിച്ചാണ്. സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? അതിനൊരു സ്ഥാപനം ആവശ്യമാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, സ്ഥാപനവൽക്കരണം. സ്ഥാപനവൽക്കരണം മാത്രമാണ് സഭ എന്ന ചിന്ത വന്നാൽ നമ്മുടെ പ്രവാചക ദൗത്യം നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ നിലകൊള്ളുന്ന എന്തിനാ? നമ്മുടെ സഭയെ സംരക്ഷിക്കാൻ നമ്മൾ നിലകൊള്ളും. നമ്മുടെ പള്ളികളെ സംരക്ഷിക്കാൻ, കോൺവെന്റുകളെ സംരക്ഷിക്കാൻ. നമ്മൾ താമസിക്കുന്ന ആ ഇടം, ഇപ്പൊ ഒരു കോൺവെന്റിൽ 5 സിസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 5 സിസ്റ്റേഴ്സും കൂടെ കോൺവെന്റ് സംരക്ഷിച്ചിരുന്നാൽ കോൺവെന്റ് അവർക്ക് അടിക്കാനും തുടക്കാനും പണിയെടുക്കാനും മാത്രം നേരമുള്ളൂ. അങ്ങനെ കോൺവെന്റ് സംരക്ഷിച്ചിരുന്നാൽ അവിടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്താ? നമ്മുടെ പ്രവാചക ദൗത്യമാണ്, നമ്മുടെ രാജകീയ ദൗത്യമാണ്. സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ദൗത്യം, പ്രവാചക ദൗത്യം. കർത്താവിന് വേണ്ടി സംസാരിക്കുക, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുക, വേദനിക്കുന്ന മനുഷ്യന് വേണ്ടി ശബ്ദമുയർത്തുക, അനാഥർക്ക് വേണ്ടി ശബ്ദമുയർത്തുക, അവരെ പരിചരിക്കുക. അതാണ് പ്രവാചക ദൗത്യം. അത് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. നമ്മൾ ഈ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. ഓരോ വിശ്വാസിയും അവന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, എൻ്റെ കുടുംബം. അത് സ്ഥാപനവൽക്കരണമാണ്. അവിടെ സുവിശേഷ പ്രഘോഷണമില്ല. അത് ക്രിസ്തീയ ജീവിതമേ അല്ല. അത് തന്നെയല്ല മറ്റുള്ളവർ ചെയ്യുന്നത്, മറ്റു മതത്തിലുള്ളവർ ചെയ്യുന്നു. അവരുടെ അമ്പലത്തെ സംരക്ഷിക്കുന്നു, അവരുടെ പള്ളികളെ സംരക്ഷിക്കുന്നു, അവരതിനു വേണ്ടി നിലകൊള്ളുന്നു. അപ്പൊ നമ്മളാക്കുന്നത് എന്താണ്? നമ്മളാക്കുന്നതാണ് നമ്മുടെ പ്രവാചക ദൗത്യം. കർത്താവിന് വേണ്ടി സംസാരിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ എവാഞ്ചലൈസേഷൻ എന്ന് പറയുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ പാപ്പ, ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം ആദി ജന്തസ്, ലോക ജനതയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട പുസ്തകമാണ്. ലോക ജനതയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട വത്തിക്കാൻ സുനഹദോസിന്റെ പുസ്തകമാണ് ആദി ജന്തസ്, ജനതകൾക്ക് വേണ്ടി. അപ്പൊ ആ പുസ്തകത്തിന്റെ 25ാമത്തെ വാർഷികത്തിലാണ് അദ്ദേഹം ഈ പുസ്തകം ഇറക്കിയത്. റെദംതോരീസ് മിസിയോ, മിഷൻ ഓഫ് ദ റെഡീമർ, രക്ഷകന്റെ മിഷൻ, രക്ഷകന്റെ ദൗത്യം. അപ്പൊ നമ്മുടെ ദൗത്യം ഇതാണ്, എവാഞ്ചലൈസേഷനാണ്, സുവിശേഷം പ്രഘോഷിക്കലാണ് ദൗത്യം. അത് പ്രവാചക ദൗത്യമാണ്. അത് നഷ്ടപ്പെട്ടാൽ സഭയല്ലാതാകും. നമ്മൾ നമ്മുടെ പള്ളിനെ സംരക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ എല്ലാ രൂപതകളും എന്താ ചെയ്യുക? ഇഷ്ടംപോലെ സ്വത്ത് സമ്പാദിക്കാൻ ശ്രമിക്കും. ഇഷ്ടംപോലെ സ്ഥലങ്ങളും സ്വത്തും ഒക്കെയാണ്. പള്ളികളും അങ്ങനെ തന്നെയാണ്, കുടുംബങ്ങളും അങ്ങനെ തന്നെയാവും. ഓരോരുത്തർ അവരവരുടെ കുടുംബം, അവരവരുടെ സ്വത്ത്. എൻ്റെ ഇടവകയിലൊക്കെ ഉണ്ട് ചില ആളുകൾ പണം ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തയില്ല. നമുക്കുമില്ല അങ്ങനെ പലപ്പോഴും. അപ്പൊ അവിടെ നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ ഐഡന്റിറ്റിയാണ്, ദ ക്രിസ്ത്യൻ ഐഡന്റിറ്റി. നമ്മൾ ക്രിസ്ത്യാനികളല്ലാതായി പോവുകയാണ്. ഈ സ്വരുക്കൂട്ടി സംരക്ഷിച്ച് വെക്കുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളല്ലാണ്ടായി പോവുകയാണ്. നമ്മൾ പോലെ സാധാരണ മനുഷ്യരായി മാറും. അതാണ് എല്ലാം ഉപേക്ഷിച്ച് അവൻ്റെ പിന്നാലെ പോയി എന്ന് പറയുക. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു രാവിലെ. നമ്മൾ എല്ലാം ഉപേക്ഷിച്ച്, അപ്പോസ്തലന്മാരെല്ലാം ഉപേക്ഷിച്ച്. അപ്പൊ അങ്ങനെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമുക്കൊരു പ്രയോറിറ്റി. വാട്ട് ഈസ് മൈ പ്രയോറിറ്റി? എന്തിനാണ് എൻ്റെ പ്രയോറിറ്റി?
നമ്മളെല്ലാവരും ഇങ്ങനെ നേതൃത്വ പരിശീലന ക്ലാസ്സിൽ വന്നിരിക്കുന്നു. നമ്മളൊരു പ്രത്യേക രീതിയിൽ വിളിക്കപ്പെട്ടവരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അയക്കപ്പെടുന്നവരാണ് എന്ന് വിശ്വസിച്ച് വന്നവരാണെങ്കിൽ വാട്ട് ഈസ് മൈ പ്രയോറിറ്റി? എന്താണ് എൻ്റെ പ്രയോറിറ്റി? എന്തിനാണ് ഞാൻ പ്രാമുഖ്യം കൊടുക്കുക? ഈ പറഞ്ഞ സ്ഥാപനവൽക്കരണം, ഈ പറഞ്ഞ സുരക്ഷിതത്വം എൻ്റെ സുരക്ഷിതത്വമാണോ, അല്ലെങ്കിൽ കർത്താവിൻ്റെ സുവിശേഷമാണോ? എൻ്റെ സുരക്ഷിതത്വമാണോ, അല്ലെങ്കിൽ കർത്താവിൻ്റെ സുവിശേഷമാണോ? വാട്ട് ഈസ് മൈ പ്രയോറിറ്റി? നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഇത് കൊടുക്കാൻ പറ്റണം. എവിടെയായിരുന്നു, എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ഈ സുവിശേഷം കൊടുക്കാൻ പറ്റണം, ഈ സ്നേഹം കൊടുക്കാൻ പറ്റണം, ഈ കരുതൽ കൊടുക്കാൻ പറ്റണം. അതാണ് രഥം തോരീസ് മിസ്സിയോ, രക്ഷകന്റെ മിഷൻ. ഓൾ ആർ റിഡീംഡ്. ഒരാൾ പോലും മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. ദൈവത്തിന് മുമ്പിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവരും ദൈവമക്കളാണ്. ഒരാൾ പോലും മാറ്റി നിർത്തിപ്പെട്ടിട്ടില്ല. എല്ലാവരും രക്ഷപ്പെടണം. അതാണ് റിഡംപ്ഷൻ, വീണ്ടെടുക്കലാണ്. വീണ്ടെടുക്കലാണ് റിഡീമിംഗ് എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കലാണ്, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കലാണ്. അപ്പൊ അതിന് ജോൺ പോൾ പാപ്പ പറഞ്ഞത് ന്യൂ എവാഞ്ചലൈസേഷൻ എന്നാണ്. നമ്മളൊരു പുതിയ സുവിശേഷവൽക്കരണത്തിന്റെ സമയമായി, ഒരു നവസുവിശേഷവൽക്കരണത്തിന്റെ സമയമായി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആരോടാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത്? ഒരിക്കലും യേശുവിനെ കേട്ടിട്ടില്ലാത്തവരോട് ആദ്യം, യേശുവിനെ കേട്ടിട്ടും അത് വിസ്മരിച്ച് നടക്കുന്നവരോട് രണ്ടാമത്, ആ വിശ്വാസത്തിൽ ആഴപ്പെടുത്തേണ്ടവരോട് മൂന്നാമത്. അങ്ങനെയാണ് സുവിശേഷ പ്രഘോഷണം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പൊ ആ ഒരു സംഭവം നമുക്ക് നടക്കണം. ബിക്കോസ് ഫോർ ദിസ് പർപ്പസ് ഐ ഹാവ് ബീൻ സെന്റ്. ഞാൻ അയക്കപ്പെട്ടിരിക്കുന്ന ഒറ്റ ലക്ഷ്യത്തിനാണ്. ലൂക്കായുടെ സുവിശേഷം 4:43. എൻ്റെ കണ്ണടവെക്കാണ്ട് വായിക്കണം, അതാണ് കാണാത്തത്. ലൂക്ക 4:43. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ അയക്കപ്പെട്ടത്. ഈശോ തന്നെ പറയാം, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ അയക്കപ്പെട്ടത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. 3 പ്രിൻസിപ്പൽ സെറ്റിംഗ്സ് ഫോർ എവാഞ്ചലൈസേഷൻ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആരോടാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത്? ഇത് രഥം തോരീസ് മിസ്സിയോയിലാണ് ആദ്യം പറയുന്നതെങ്കിലും അതിൻ്റെ വിശദീകരണം ബെനഡിക്റ്റ് 16 പാപ്പയാണ് കൊടുക്കുക. അദ്ദേഹം 2012 സിനഡ് ഓഫ് ബിഷപ്സ് ദ ന്യൂ എവാഞ്ചലൈസേഷൻ ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത്, അതിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുക. പോപ്പ് ബെനഡിക്റ്റ് അദ്ദേഹം അതൊരു പൊന്തിഫിക്കൽ കൗൺസിൽ അതിനു വേണ്ടിയിട്ട് രൂപപ്പെടുത്തി. ഒരു പൊന്തിഫിക്കൽ കൗൺസിൽ ന്യൂ എവാഞ്ചലൈസേഷന് വേണ്ടി. ഈ ആശയം ജോൺ പോൾ രണ്ടാമൻ്റെ ആശയമാണ്. ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ആശയമാണ് ന്യൂ എവാഞ്ചലൈസേഷൻ എന്ന് പറയുക. അതിന് ഒരു പൊന്തിഫിക്കൽ കൗൺസിൽ സ്ഥാപിച്ചത് ബെനഡിക്റ്റ് പാപ്പയാണ്. ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ഈ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി ഒരു പൊന്തിഫിക്കൽ കൗൺസിൽ രൂപം കൊടുത്തു അദ്ദേഹം 2010. ഓക്കെ, ഷാജി അടുത്ത്. ഇനി ജോൺ 23 പാപ്പ, അദ്ദേഹമാണ് എന്ത് ചെയ്തത്? രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചുകൂട്ടി, അതല്ലേ? അന്ന് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, ദ ഫണ്ടമെന്റൽ പർപ്പസ് ഓഫ് ദിസ് കൗൺസിൽ ഈസ് എവാഞ്ചലൈസേഷൻ. രണ്ടാം വത്തിക്കാൻ സൂനകദോസ് കൂടിയതിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എന്താണ്? സുവിശേഷവൽക്കരണം. അതാണ് ജോൺ പോൾ 23 വിളിച്ചു കൂട്ടിയപ്പോൾ തന്നെ പറഞ്ഞത്. ഇതിനൊറ്റ പർപ്പസേ ഉള്ളൂ, സുവിശേഷവൽക്കരണം. ഈ സുവിശേഷവൽക്കരണത്തെയാണ് ജോൺ പോൾ രണ്ടാമൻ നവസുവിശേഷവൽക്കരണം എന്നീ കാലഘട്ടത്തിൽ വിളിച്ചത്. ഇപ്പോൾ ആവശ്യമാണ്. ഒരിക്കൽ കൂടെ നമ്മൾ ശക്തമായ രീതിയിൽ ഒരു പുതിയ ഉണർവോടെ സുവിശേഷം പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി നോക്കി, ഇതാരാണെന്നറിയോ? ആരാണ്? ബെനഡിക്റ്റ് 15. 16 നമുക്ക് പരിചയം. ഇത് 15. 1919 അദ്ദേഹം ഇറക്കിയ ഒരു ഡോക്യുമെന്റാണ് മാക്സിമം ഇല്ലൂദ്, ദ ഗ്രേറ്റ് മിഷൻ. ദ ഗ്രേറ്റ് മിഷൻ ഏതാണ്? ഗ്രേറ്റ് മിഷൻ, നമുക്കുള്ള ഗ്രേറ്റ് മിഷൻ ഏതാണ്? മർക്കോസ് 16:15 ഗ്രേറ്റ് മിഷൻ. എന്താണത്? ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക. Go into the whole world and preach the gospel to all creation. സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക. അപ്പൊ മാക്സിമം ഇല്ലൂദ്, ഈ പുസ്തകം വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. മിഷൻ ഇയർ പ്രഖ്യാപിച്ചില്ല, പ്രേക്ഷിത വർഷം പ്രഖ്യാപിച്ചത് ഈ പുസ്തകത്തിന്റെ 100ാം വാർഷികത്തിനാണ്. ഈ പുസ്തകം ഇറക്കിയതിന്റെ 100ാം വാർഷികത്തിലായിരുന്നു
മിഷൻ ഇയർ, പ്രേക്ഷിത വർഷം പ്രഖ്യാപിച്ചത്. ഈ മാർപ്പാപ്പയാണ് എല്ലായിടത്തേക്കും മിഷണറിമാർ കടന്നു ചെല്ലണമെന്ന് പറഞ്ഞത്, എല്ലായിടത്തേക്കും. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, മിഷണറിമാർ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങളുടെ ഓരോ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഫ്രാൻസിൽ നിന്നും മറ്റൊന്നൊക്കെയാണ് കൂടുതൽ, ഫ്രാൻസ്, ഇറ്റലി, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ മിഷണറിമാരന്ന് പോയിരുന്നത്. വേറെ ആരും മിഷണറി പ്രവർത്തനത്തിൽ പോയിരുന്നില്ല, യൂറോപ്യൻസാണ് പോയിരുന്നത്. അങ്ങനെ യൂറോപ്യൻസ് പോകുന്ന ഇടങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യും, കോളനിവൽക്കരണം വലിയൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു അവരുടെ. അവിടെ ചെല്ലുമ്പോൾ അവർ ഫ്രാൻസിൽ നിന്ന് പോകുമ്പോൾ ഫ്രഞ്ച് കോളനി ആക്കി മാറ്റും ആ സ്ഥലം. അപ്പൊ ഈ പാപ്പ അതിനെതിരായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ലക്ഷ്യം അതല്ല, കോളനിവൽക്കരണമല്ല, നിങ്ങളുടെ ലക്ഷ്യം മിഷനാണ്. അവിടുത്തെ അതാണ് ഇൻകൾച്ചറേഷൻ ഒക്കെ കൊണ്ടുവരുന്നത് ഈ പാപ്പയാണ്. അദ്ദേഹം പറയുന്നു, അവിടെ പോയി അവിടുത്തെ സംസ്കാരത്തിൽ സുവിശേഷം കൊടുക്കണം. നമ്മൾ ഈ ഇൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സാംസ്കാരിക അനുരൂപണം. നമ്മൾ വിചാരിക്കണമെന്ന് അറിയോ, നമ്മൾ നിലവിളക്ക് കൊളുത്തി നമുക്ക് കുർബാന അർപ്പിക്കുമ്പോൾ ഇൻകൾച്ചറേഷനായി. അതല്ല ഇൻകൾച്ചറേഷൻ. അല്ലെങ്കിൽ ഒരു മേശയിട്ട് ഒരച്ഛൻ ഒരു പൊന്നാടയും പുറച്ച് കുർബാനയില്ലേ, അതല്ല ഇൻകൾച്ചറേഷൻ. അല്ലെങ്കിൽ നമ്മൾ ചന്ദനക്കുറിയിട്ട് കുർബാന അർപ്പിക്കും, അതൊന്നുമല്ല. ഇൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തിലേക്ക് സുവിശേഷം കൊടുക്കലാണ്. ആ സംസ്കാരത്തെ സുവിശേഷവൽക്കരിച്ചെടുക്കലാണ്, അതിനെ വിശുദ്ധീകരിക്കലാണ്. അതിനർത്ഥം അതിനെ അവരെല്ലാവരും പിടിച്ച് മാമോദീസ മുക്കലല്ല. നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ, ഇടങ്ങളിൽ, അവിടുത്തെ മനുഷ്യരുടെ ഇടയിൽ അവരുടെ സംസ്കാരത്തെ സുവിശേഷത്തിന്റെ വെളിച്ചം കൊടുത്ത് വിശുദ്ധീകരിച്ചെടുക്കലാണ്. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ സതി എന്ന് പറയുന്ന ഒരു ദുരാചാരം, ശൈശവ വിവാഹം എന്ന് പറഞ്ഞ ഒരു തെറ്റായ സമ്പ്രദായം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടാൻ പാടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ, ഈയം ഉരുക്കി ഒഴുക്കി ചെവിയിൽ ഒഴിക്കുന്നൊരു കാലം. അപ്പൊ അവിടെയൊക്കെ ചെന്നിട്ട്, അല്ലെങ്കിൽ ഫ്യൂഡലിസം, പ്രഭുക്കന്മാർ, കീഴാളന്മാരെന്ന് പറഞ്ഞ് ചവിട്ടിത്താഴ്ത്തുന്ന മനുഷ്യവിഭാഗം, അവിടെയൊക്കെ ചെന്നിട്ട് ഈശോയുടെ സുവിശേഷത്തിന്റെ വെളിച്ചം പകരുകയാണ്. ഈ ബാലവേല, ഈ ശിശു ഹത്യ, കുഞ്ഞുങ്ങളെയൊക്കെ ബലിയെടുക്കുന്ന ബലി, മനുഷ്യ ബലി, നരബലി, ഇതെല്ലാം ദുരാചാരങ്ങളാണെന്ന് അവരെ പഠിപ്പിക്കുന്നത്. മനുഷ്യനൊരു ഡിഗ്നിറ്റി ഉണ്ട്, മനുഷ്യനൊരു അന്തസ്സുണ്ട്, അത് ദൈവം അവൻ്റെ ഉള്ളിൽ വസിക്കുന്നു. എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്, എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ സുവിശേഷവൽക്കരണം. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ആ സംസ്കാരത്തിന് ചേർന്ന വിധം അത് കൊടുക്കണം. ആ സംസ്കാരത്തെ നശിപ്പിച്ചുകൊണ്ടല്ല. അപ്പൊ ഭാരതത്തിൽ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നിലനിന്നുകൊണ്ട്, ആ സംസ്കാരത്തെ ആദരിച്ചുകൊണ്ട്, അതിലുള്ള ദുരാചാരങ്ങളെ നമ്മുടെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ഇല്ലാതാക്കിക്കൊണ്ട് സുവിശേഷം കൊടുക്കണം. അങ്ങനെയാണ്. ഇപ്പൊ ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളെ ബഹുമാനിക്കണം. അയാളുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അയാൾ വളരെ വിലമതിച്ച് കാണുന്നതാണ്. അതിന് നമ്മൾ ആദരിക്കണം. അവിടെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ക്രിസ്തുവിന്റെ വെളിച്ചം കൊടുക്കണം. അവിടെയാണ് ആദരിച്ചുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ വെളിച്ചം കൊടുക്കണം. ഈ ഇന്റർ റിലീജിയസ് ഡയലോഗ്, മതസൗഹാർദ്ദ സമ്മേളനങ്ങളൊക്കെ ഉണ്ടാവും. ഞാനൊക്കെ പോയിട്ടുണ്ട് പല പ്രാവശ്യം. അങ്ങനെ ഇന്റർ റിലീജിയസ് ഡയലോഗിന് ചെല്ലുമ്പോൾ ചിലവർ ചെന്നിട്ട് എന്ത് ചെയ്യും, എല്ലാം ഒന്നാണ്. ചില അച്ഛന്മാർ എന്ന് പറയും എല്ലാം ഒന്നല്ല. എല്ലാം ഒന്നാണെന്ന് പറയുന്നതല്ല മതസൗഹാർദ്ദം. അപ്പൊ മറ്റേ ആൾ പറയുന്നത്, ഇയാൾ പറയുന്നത്, ഞാൻ പറയുന്നത്, ഒരു ദൈവം എല്ലാം ഒന്നാണ്, നിങ്ങൾ പറയുന്നത്, ഞങ്ങൾ പറയുന്നത് എല്ലാം ഒന്നല്ല. അതല്ല മതസൗഹാർദ്ദം. ഞാൻ എൻ്റെ വിശ്വാസത്തിന്റെ വെളിച്ചം എന്താണെന്ന് പറഞ്ഞു കൊടുക്കലാണ് മതസൗഹാർദ്ദം. അവനവൻ്റെ പറഞ്ഞോട്ടെ. പക്ഷെ നമ്മള് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നിലനിൽക്കണം. അതാണ് മതസൗഹാർദ്ദം. മതമെന്നാൽ ബന്ധമാണ്. അത് പരസ്പരം ദൈവത്തോടും മനുഷ്യരോടും കൂടെ ബന്ധം നിലനിർത്തി ഒരു സാഹോദര്യത്തിൽ കൈകോർത്ത് ജീവിക്കണം. അതാണ് മതം. അത് പറഞ്ഞു കൊടുക്കലാണ്. അപ്പൊ എൻ്റെ വിശ്വാസത്തെ ബലികഴിക്കലല്ല, അവരുടെ വിശ്വാസത്തെ അപമതിക്കലുമല്ല മതസൗഹാർദ്ദം. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഈ അദ്ദേഹത്തിന്റെ മാക്സിമം ഇല്ലൂത് എന്ന് പറയുന്ന ഈ പ്രബോധനത്തിലൂടെ ഈ പാപ്പ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്, വൈദികരുടെ ഒക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം മിഷനാണ്. ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പുരോഹിതരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം മിഷൻ, പ്രേക്ഷിത ദൗത്യമാണ്. ഓക്കെ, നെക്സ്റ്റ്.
ലയോ 13-ാമൻ, പിയൂസ് 10-ാമൻ, ഇവരെല്ലാം കണ്ടോ, മിഷണറി ഈസ് ആൻ അംബാസഡർ ഓഫ് ക്രൈസ്റ്റ്, നോട്ട് ഓഫ് ഹിസ് ഓൺ സ്റ്റേറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞ പ്രശ്നമാണ്. ഓരോരുത്തർ അവരുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ പോയി പറയാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. ക്രിസ്തുവിന്റെ അംബാസഡറാണ്, രാജ്യത്തിന്റെ അംബാസഡർ അല്ല. നീ നിന്റെ രാജ്യത്തിന്റെ അംബാസഡർ അല്ല, നീ ക്രിസ്തുവിന്റെ അംബാസഡറാണ്. അപ്പൊ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ക്രിസ്തുവിനെ നൽകുക. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഈ മാപ്പാപ്പമാരെല്ലാം ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി പോൾ 6-ാമൻ പാപ്പ, ദ ചർച്ച് എക്സിസ്റ്റ് ടു എവാഞ്ചലൈസ്. സഭ നിലനിൽക്കുന്നത് തന്നെ സുവിശേഷം പറയാനാണ്. സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ സഭയില്ല. ഒന്ന് ആലോചിച്ച് നോക്കേ, എവിടെയാണെന്ന് യഥാർത്ഥത്തിൽ സുവിശേഷവൽക്കരണം നടക്കണേ? നമ്മൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യും, എന്തുമാത്രം കാര്യങ്ങളാണ് അവിടെയൊക്കെ. എവിടെ സുവിശേഷം നടക്കണേ? സുവിശേഷവൽക്കരണം. യേശുവാണ് ഏകരക്ഷകൻ, നീ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് വരിക, നീ നിന്റെ കുടുംബവും രക്ഷപ്പെടും. ആരോടാ പറയണേ? നമ്മളിങ്ങനെ പള്ളിയും പെരുന്നാളും ആഘോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയല്ലാതെ സുവിശേഷ പ്രഘോഷം നടക്കുന്ന എവിടെയാണ്? നമ്മുടെ വിചാരം ഇപ്പോഴും സുവിശേഷം പ്രസംഗിക്കാൻ നമ്മൾ എവിടെ പോകണം? നോർത്ത് ഇന്ത്യയിൽ പോകണമെന്നാണ്. ആണോ? നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയാലേ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോകുന്നവനാണോ മിഷണറി? ആരാ മിഷണറി? മിഷണറി അയക്കപ്പെട്ടവനാണ്, അത് നോർത്ത് ഇന്ത്യയിലേക്ക് അയക്കപ്പെട്ടവനല്ല. നോർത്ത് ഇന്ത്യയിലേക്ക് നമ്മൾ പോകുന്നത് ഒരു പ്രത്യേക അനുഭവത്തിന് വേണ്ടിയാണ്. ഒരിക്കലും ക്രിസ്തുവിനെ കേട്ടിട്ടില്ലാത്ത മനുഷ്യരവിടെ ഉണ്ട്. നമ്മൾ മിഷൻ പ്രവർത്തിക്കേണ്ടത് എവിടെയാണ്? നമ്മൾ എവിടെ ആയിരിക്കുന്നു അവിടെ ഞാനൊരു മിഷണറിയാണ്. എവിടെ ഞാൻ ആയിരിക്കുന്നു അവിടെ ഞാനൊരു മിഷണറിയാണ്. എൻ്റെ വീട്ടിലാവാം, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്താവാം. ഇത് ഓഫ് ചെയ്യാൻ മറന്നുപോയ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചർച്ച് എക്സിറ്റ്സ് ടു എവാഞ്ചലൈസ്. അല്ലെങ്കിൽ ഇല്ല. എവരി ബാപ്റ്റൈസ്ഡ് പേഴ്സൺ ഈസ് ആൻ എവാഞ്ചലൈസർ, മിഷണറി. എവരി ബാപ്റ്റൈസ്ഡ് പേഴ്സൺ ഈസ് എ മിഷണറി. ഈ ഫ്രാൻസിസ് പാപ്പ പറയുന്നത് മിഷണറി എന്നല്ല. ഫ്രാൻസിസ് പാപ്പ എന്താ പറയണെന്ന് അറിയാമോ? മിഷൻ എന്നാണ്. നീ ഒരു മിഷണറി ആണെന്നല്ല പറയണേ, നീ ഒരു മിഷനാണെന്ന്. യു ആർ എ മിഷൻ, മിഷൻ ഓഫ് ക്രൈസ്റ്റ്. നീ ക്രിസ്തുവിൻ്റെ ദൗത്യമാണ്. നീ ദൗത്യവാഹകനല്ല. വ്യത്യാസം മനസ്സിലായ? നീ വെറും ദൗത്യം വഹിക്കുന്നവനല്ല, നീ തന്നെയാണ് ദൗത്യം. യു ആർ എ മിഷൻ. ആദ്യ ജന്തസ്, എവാഞ്ചലി നൂൺസിയാന്തി, ഇതെല്ലാം പറയുന്നത് ഈ സത്യമാണ്. ഗൗരി വെസ്പസ്, ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഫ്രം ക്രൈസ്റ്റ് ദി എവാഞ്ചലൈസർ ടു ദി എവാഞ്ചലൈസിംഗ് ചർച്ച്. ആദ്യത്തെ വചന പ്രഘോഷകൻ, സുവിശേഷ പ്രഘോഷകൻ യേശുവാണ്. യേശു എന്ന സുവിശേഷ പ്രഘോഷകനിൽ നിന്ന് സുവിശേഷ പ്രഘോഷകയാവുന്ന സഭയിലേക്ക് സഭ സുവിശേഷ പ്രഘോഷകയാവുന്നു. യേശുവിൽ നിന്നാണ്. അവനിൽ നിന്ന് സ്വീകരിക്കാത്തതൊന്നും പറയാനും പാടില്ല, അത് വേറെ കാര്യം. അവനിൽ നിന്ന് സ്വീകരിക്കാത്തതൊന്നും പറയാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മിഷൻ മറന്നു പോകരുത് കേട്ടോ. ഇതാണ് നമ്മുടെ ദൗത്യം. നമ്മളിങ്ങനെ ഇവിടെ വന്നിരുന്ന് ഇതെല്ലാം പഠിച്ച് കേട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഇതേപടി ഇരിക്കാനോ? ആണോ? ഇതേപടി ഇരുന്നാൽ നമ്മളാവില്ല. സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. കൂടെ ഇരിക്കുന്നവരോട്, കൂടെ നടക്കുന്നവരോട്, എവിടെ ആയിരിക്കുന്നവരോടും യേശു സ്നേഹം പങ്കുവയ്ക്കണം. ആവേശം കൊടുക്കണം. വചനം വായിക്കാനുള്ള പ്രചോദനം കൊടുക്കണം. ദിവ്യബലിയിൽ പങ്കെടുക്കാനുള്ള ഇൻസ്പിറേഷൻ കൊടുക്കണം. കുമ്പസാരിക്കാനുള്ള താല്പര്യം കൊടുക്കണം. ഈശോയെ സ്നേഹിക്കാൻ അവർക്ക് ആവേശം കൊടുക്കണം. പങ്കുവയ്ക്കാൻ അവരെ പഠിപ്പിക്കണം. നമ്മളതിന് മാതൃകയാവണം. ഓക്കെ, അപ്പം ഇത് അങ്ങനെ ചെയ്യണം. അടുത്തല്ലേ എവാഞ്ചലി ഗൗഡി, ഫ്രാൻസിസ് പാപ്പ. അവിടെയാണ് അദ്ദേഹമാണ് പറയുക, എവരി ബാപ്റ്റൈസ്ഡ് മെമ്പർ ഓഫ് ദ കാത്തലിക് ഫെയ്ത്ത് ഈസ് കോൾഡ് ടു എവാഞ്ചലൈസ് ആൻഡ് ഈസ് കോൾഡ് ടു ബി എ മിഷണറി ഡിസൈബിൾ.
മാമോദീസ സ്വീകരിച്ച എല്ലാവരും ഓരോരുത്തരും സുവിശേഷം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഒരാൾക്ക് എക്സെപ്ഷൻ ഇല്ല. സുവിശേഷം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഒപ്പം മിഷണറി ഡിസൈപ്പിൾ ആവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. മിഷണറി ഡിസൈപ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ യേശുവിൻ്റെ ശിഷ്യന്മാരും മറ്റു ശിഷ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ബൈബിളിൽ ഇപ്പോൾ സാവൂളിൻ്റെ ഗുരു ആരാണ്? ഗമാലിയേൽ അല്ലേ? സാവൂളിൻ്റെ ഗുരു ഗമാലിയേലാണ്. അപ്പം അന്ന് കുറേ ഗുരുക്കന്മാരുണ്ട്. ഫരിസേയരൊക്കെ റബ്ബിമാര് ഗുരുക്കന്മാർ. അങ്ങനെ അവർക്ക് ഇഷ്ടം പോലെ ശിഷ്യന്മാര്. സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു അല്ലേ? സ്നാപക യോഹന്നാന്റെ 2 ശിഷ്യന്മാരാണ് യേശുവിൻ്റെ പിന്നാലെ പോകുന്നില്ലേ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ 34 വരെ. ഒരാൾ അന്ത്രയോസ്, മറ്റൊരാളുടെ പേര് പറയണല്ലേ. അവർ രണ്ടുപേരും ഈശോയുടെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പൊ ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഗുരു, നീ എവിടെയാണോ വസിക്കുന്നത്? കം ആൻഡ് സീ. എന്താ സംഭവിച്ചെന്നറിയോ? ഒറ്റ രാത്രി കൊണ്ടവർ ഒരു കാര്യം സത്യം തിരിച്ചറിഞ്ഞു. എന്താ തിരിച്ചത്? ഒരു രാത്രി, ഒരേ ഒരു രാത്രി. കം ആൻഡ് സീ. കം ആൻഡ് ഗോ എന്നല്ല ബാക്കിയുള്ളവരോട് പറഞ്ഞേ. കം, ഫോളോ മീ, ഗോ, പ്രൊക്ലെയിം മീ. ഇവിടെ എന്താ പറഞ്ഞതെന്നറിയോ? കം ആൻഡ് സീ. അവർ ചെന്നു, അവർ കണ്ടു, അവർ തനിയെ പോയി പ്രൊക്ലെയിം ചെയ്തു. എന്താ കണ്ടേ? ഒരു രാത്രി മുഴുവൻ അവൻ്റെ കൂടെ ഇരുന്നു. അവൻ ആരാണെന്ന് കണ്ടു. പിറ്റേ ദിവസം എന്താ പറഞ്ഞേ? ഞങ്ങൾ മിശിഹായെ കണ്ടു. ഞങ്ങൾ മിശിഹായെ കണ്ടു എന്ന് പറഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് വെറുതെ അവൻ്റെ കൂടെ പോയിരുന്നുള്ളൂ. നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ദൈവാനുഭവം ഉണ്ടായി എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ല. ഒരാൾക്കൊരു ദൈവാനുഭവം ഉണ്ടായി, കൂടെ ഒന്നിരുന്നപ്പോൾ ഒരു ആശ്വാസം, സാന്ത്വനമായി. അവിടെ ചെന്ന് ഒന്നിരുന്നുള്ളൂ, അപ്പോഴാശ്വാസമായി. ഈശോയുടെ അടുത്തിരുന്ന് അവൻ മിശിഹായാണെന്ന് കണ്ടു. സമരിയക്കാരി സ്ത്രീ ഈശോടൊപ്പം ഇരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ സമരിയക്കാരി സ്ത്രീ അവസാനം എന്താ പറഞ്ഞേ? ഏറ്റവും അവസാനം പറഞ്ഞെന്നറിയോ? മിശിഹ വരുമ്പോൾ. മിശിഹ വരും. കാരണം ഈശോയുടെ കൂടെ ഇരുന്നപ്പോൾ ഒരു മിശിഹാനുഭവം അവൾക്കുണ്ടായി. അവൾ അവസാനം പറഞ്ഞെന്താ? മിശിഹ വരുമ്പോൾ ഇതെല്ലാം ഞങ്ങളെ പഠിപ്പിക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ ഈശോ എന്താ പറഞ്ഞ? നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. കണ്ടോ? മിശിഹാനുഭവം. ഈശോയുടെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ ഈ മിശിഹാനുഭവം ഉണ്ടായിട്ടുണ്ട് ആളുകൾക്ക്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സുവിശേഷം പ്രഘോഷിക്കുക. ആഴ്ചയൊക്കെ സുവിശേഷം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടില്ല. മാമോദീസ സ്വീകരിച്ചേക്കുന്ന ആളുകൾ, എല്ലാ ബാപ്റ്റൈസും ചെയ്തവരും, എല്ലാ ബാപ്റ്റൈസ്ഡ് പേഴ്സൺസ്, മാമോദീസ സ്വീകരിച്ച എല്ലാവരും ഈശോയെ പങ്കുവയ്ക്കാൻ വിളിക്കപ്പെട്ടവരാണ്. മിഷണറി ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആദ്യം നമ്മൾ ഡിസൈപ്പിൾ ആവണം. ഈശോയുടെ കൂടെ ഇരുന്നു 3 വർഷം ശിഷ്യന്മാര്. ഈ 3 വർഷത്തിനുള്ളിൽ ഒരിക്കലും ഈശോ അവരെ അയക്കുന്നില്ല പ്രഘോഷിക്കാൻ. അയക്കുന്നുണ്ടോ? ഇല്ല. 72 പേരെ തെരഞ്ഞെടുത്ത് അയക്കുന്നുണ്ട്. ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ജെറൂസലേം വിട്ട് പോകരുത്. സുവിശേഷം പ്രഘോഷിക്കാനായിട്ടില്ല. വന്നപാടെ മിഷണറി ആവൂല ആരും. അവന്റെ ചൂടറിയാതെ, അവന്റെ ചൂരറിയാതെ നമ്മൾ ചെയ്യുന്ന മിഷനൊക്കെ പൊള്ളത്തരമാണ്. അവന്റെ കൂടെ ഇരിക്കാൻ സമയം കണ്ടെത്താതെ നമ്മൾ എന്ത് ചെയ്താലും പൊള്ളത്തരമാണ്. നമുക്ക് വെറുതെ ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ ഞാൻ മിഷണറി ആണെന്നൊക്കെ പറഞ്ഞ് നടക്കാം, അല്ല ഞാനിങ്ങനെ കരിസ്മാറ്റിക് ആണ്, ഞാൻ ലീഡറാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കാം. പക്ഷെ ഒരു കാര്യമില്ല. കാരണം നമ്മൾ ആദ്യം ഡിസൈപ്പിൾ ആണോ? കൂടെ ഇരിക്കണം. നമ്മൾ കുറെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഡിസൈപ്പിൾ ആവില്ല. പ്രാർത്ഥനയുടെ പ്രശ്നമല്ല അത്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത് ഫരിസേയരാണ്. ഒന്നിനും ഒരു കുറവ് വരുത്താതെ എല്ലാ യാമങ്ങളിലും നിയമജ്ഞന്മാരെ. ഏതെങ്കിലും ഒരു നിയമജ്ഞനോട് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ നീ നിയമം പാലിച്ചിട്ടില്ല? ഒരാളോടും പറഞ്ഞിട്ടില്ല. നിയമം പാലിച്ചവരവരെല്ലാവരും. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കൽപ്പനകളൊക്കെ അനുസരിക്കുക. അതെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട്. അത് ഈശോ നോ പറയുന്നില്ല. ശരിയാണ്, നിനക്കൊരു കുറവുണ്ട്. ഒരുത്തനോട് പറയില്ലേ നിനക്കൊരു കുറവുണ്ട്, ഉള്ളതൊക്കെ വിറ്റിട്ട് വരിക. അല്ല മറ്റേ നിയമജ്ഞനോടെന്ന് പറയാം, നീ നിയമങ്ങളൊക്കെ ആരാണ് എൻ്റെ അയൽക്കാരെന്ന് പറയുമ്പോൾ പറയുന്നില്ലേ ഇതെല്ലാം ശരിയാണ്, പക്ഷേ മുറിവേറ്റവനെ ശുശ്രൂഷിക്കുക. അപ്പം നിയമങ്ങളൊക്കെ അവർ പാലിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ പ്രേക്ഷിതനാവില്ല, സുവിശേഷ പ്രഘോഷകനാവില്ല. പ്രാർത്ഥന മാത്രം പോരാ.
മറുത്ത് അവനറിയാം. ജീസസിന് അറിയില്ല, യേശുവിന് അറിയാം. എൻകൗണ്ടറിങ് എന്ന് പറയും, എൻകൗണ്ടർ വിത്ത് ജീസസ്. അവനെ കണ്ടുമുട്ടലാണത്, കണ്ടുമുട്ടലാണ്. ഈ സ്നാപക യോഹന്നാൻ യേശുവിനെ കണ്ടുമുട്ടി. അതാണ് 1:29-34. യോഹന്നാന്റെ സുവിശേഷം 1:29-34. രണ്ട് ശിഷ്യന്മാർ പോകുന്നത് 35 മുതലാണ്. 35-35 വാക്യം മുതലാണ് അവൻ്റെ പിന്നാലെ പോകുന്ന. യോഹന്നാൻ പറഞ്ഞത് ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാരിൽ 2 പേർ അവൻ്റെ പിന്നാലെ പോയി. അപ്പൊ 29-34 എന്താ പറയണെന്നറിയോ? യോഹന്നാൻ ഈശോയെ കണ്ടുമുട്ടിയ സംഭവമാണ്. എങ്ങനെയാ കണ്ടുമുട്ടണെന്നറിയോ? 4 കാഴ്ചകളാണ്. 4 പ്രാവശ്യം കണ്ടുമുട്ടി. ഒറ്റ നോട്ടത്തിൽ 4 കാഴ്ചകൾ. അതാണ് 4 തരം വാക്കുകളാണ് യോഹന്നാൻ സ്ലീഹ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 4 തരം വാക്കുകൾ. ഓരോ നോട്ടവും ഒരു വാക്കാണ്. സ്നാപകന്റെ ഓരോ നോട്ടവും ഒരു വാക്കാണ്. ആദ്യത്തെ വാക്ക് ബ്ലെപ്പോ, ഗ്രീക്ക് വാക്കാണ്. ബ്ലെപ്പോ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ടു ലുക്ക് അപ്പോൺ, നോക്കുക. സ്നാപകൻ ഈശോയെ ആദ്യം നോക്കിയപ്പോൾ എന്താ കണ്ടെന്നറിയോ? കൂട്ടത്തിൽ ഒരാൾ. യേശു കൂട്ടത്തിലോ കുറെ ആൾക്കാർ വന്നിരിക്കുന്നു മാമോദീസ സ്വീകരിക്കാൻ. അനുതാപത്തിന്റെ മാമോദീസയാണ്, പാപികൾ സ്വീകരിക്കേണ്ട മാമോദീസ. ആ കൂട്ടത്തിൽ ഇവരും നിപ്പുണ്ട്. ഒരു വ്യത്യാസവും സ്നാപകന് തോന്നിയില്ല. കൂട്ടത്തിൽ ഒരാൾ, അതാണ് ബ്ലെപ്പോ. സ്നാപകൻ യേശുവിനെ കണ്ടത് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ധാരാളം വിശ്വാസങ്ങളുണ്ട്, ഇഷ്ടംപോലെ ദൈവ സങ്കല്പങ്ങളുണ്ട്. ആ ദൈവ സങ്കല്പങ്ങളെല്ലാം ഒന്നാണെന്ന് ചിന്തിക്കുന്നതാണിത്. യേശുവിനെയും കാണുന്നു, കൃഷ്ണനെയും കാണുന്നു, ശിവനെയും കാണുന്നു, എല്ലാവരെയും കാണുന്നു. ഇവിടെയും വരും, അവിടെയും പോവും, അപ്പുറത്തും പോവും. അത് ബ്ലെപ്പോ, അതാണ് ബ്ലെപ്പോ. കൂട്ടത്തിൽ ഒരാൾ. യേശുവിന് വലിയ പ്രത്യേകത ഒന്നുമില്ല. അവനും ദൈവം, മറ്റൊന്നും ദൈവം. യേശുവും ദൈവമാണ്. യേശുവിനോട് പ്രാർത്ഥിച്ചാലും കിട്ടും, മറ്റവനോട് പ്രാർത്ഥിച്ചാലും കിട്ടും. ഇങ്ങനെ വിശ്വസിക്കുന്ന, അല്ല അങ്ങനെ നോക്കുന്ന കൂട്ടത്തിൽ ഒരാളല്ല യേശു. അവൻ ഏക മധ്യസ്ഥനാണ്, ഏകരക്ഷകനാണ്. ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ഏകദൈവമാണ്. അവൻ കൂട്ടത്തിൽ ഒരാളല്ല. അപ്പൊ കൂട്ടത്തിൽ ഒരാളായിട്ട് യേശുവിനെ കാണുന്നത് പാപമാണ്. അതാണ് സ്നാപകന്റെ ആദ്യത്തെ നോട്ടം. സ്നാപകനെ സംബന്ധിച്ചിടത്തോളം സ്നാപകന്റെ ജീവിതത്തിന് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ. അദ്ദേഹം ജനിച്ചതിൻ്റെ ഒറ്റ കാര്യത്തിനാണ്. ഏത് കാര്യത്തിനാണ് ജനിച്ചത്? ഈ രക്ഷകനെ ചൂണ്ടിക്കാട്ടാനാണ്. അവൻ രക്ഷകനെ ചൂണ്ടിക്കാട്ടുമ്പോൾ അവനെ കൂട്ടത്തിൽ ഒരാളായി കണ്ടാൽ മതിയോ? അല്ല. കൂട്ടത്തിൽ ഒരാളായി യേശുവിനെ കണ്ടതുകൊണ്ട് അവനെ ചൂണ്ടിക്കാട്ടാൻ യോഹന്നാന് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഈശോയായിട്ടുള്ള എൻകൗണ്ടറിങ്, അത് നമ്മൾ യേശുവിനെ കൂട്ടത്തിൽ ഒരാളായി കണ്ടിട്ട് കാര്യമില്ല. അങ്ങനെ കാണരുത്, തെറ്റാണ്. അങ്ങനെ അല്ല, അവനല്ല അത്. രണ്ടാമത്തെ നോട്ടം, യോഹന്നാൻ വീണ്ടും ഈശോയെ നോക്കി. അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് തെയാവോമായി എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ, ടു ഐഡന്റിഫൈ, തിരിച്ചറിയുക. യോഹന്നാൻ ഈശോയെ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണെന്നറിയോ? അവനെന്തോ സമ്മൺ യുണീക്ക്, അവനെന്തോ പ്രത്യേകതയുണ്ട്, അവനെന്തോ ഒരു പ്രവാചകനാണ്, എന്തോ ഒരു പ്രത്യേകത അവനുണ്ട്. അപ്പൊ അങ്ങനെയുണ്ട് നമ്മുടെ വിശ്വാസം. ഈശോയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ചിലപ്പോൾ ഈ ഹൈന്ദവ മതത്തിൽപ്പെട്ട വിശ്വാസികളൊക്കെ നമ്മുടെ അടുത്ത് വരുന്നത് എന്താണ്? അവർക്ക് മാതാവിനോട് പ്രത്യേക വാത്സല്യമാണ്, ഈശോയോട് പ്രത്യേകതയാണ്. അവർ പറയും ഈശോയോട് പ്രാർത്ഥിച്ച അല്ല മാതാവിനോട് പ്രാർത്ഥിച്ച് സംഭവിക്കും. അതാണ് ഈ ഐഡന്റിഫൈ എന്ന് പറയാം. പക്ഷെ അത് ആഴമായ വിശ്വാസമല്ല. മറ്റു വിശ്വാസങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് വന്നതല്ല അത്. മറ്റു വിശ്വാസങ്ങളൊന്നും ഉപേക്ഷിച്ചുകൊണ്ട് വന്നതല്ല. അവരടുത്ത വർഷം ശബരിമലയ്ക്ക് പോകും. അവർ പോകുന്ന വഴിക്ക് അർത്തുങ്കലും കയറും. ഇവിടെ നിന്നും കിട്ടും, അവിടെ നിന്നും കിട്ടും. അപ്പൊ അവര് ഒരു പ്രത്യേക സ്നേഹമാണ്. ഈശോയ്ക്ക് എന്തൊരു പ്രത്യേക പവർ, മാതാവിന് എന്തൊരു പ്രത്യേക മധ്യസ്ഥ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യര്. അന്തോണിസിനാളുടെ അടുത്ത് എന്ന കാര്യം നടക്കും. അതാണ് ഈ പറഞ്ഞ തെയാവോമായി, ഐഡന്റിഫൈ, ഒരു പ്രത്യേക ആ രീതിയിൽ യേശുവിനെ ഒരു പ്രത്യേക ദൈവമുള്ളവനായി, മറ്റുള്ളവരെക്കാളും അല്പം കൂടി വ്യത്യസ്തനായി, ശക്തനായി കാണുന്ന വിശ്വാസം, അതും തെറ്റാണ്. യേശുവിന് മറ്റെല്ലാവരെക്കാൾ ഉപരി കുറേയും കൂടി ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം, അതും തെറ്റാണ്. അതാണ് സ്നാപകന്റെ രണ്ടാമത്തെ നോട്ടം. മൂന്നാമത് വീണ്ടും സ്നാപകൻ നോക്കുകയാണ് ഈശോയെ.
അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് തെവോറെവോ എന്നാണ്. തെവോറെവോ. തെവോറെവോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ടു മെഡിറ്റേറ്റ് അപ്പോൺ എന്നാണ്. ടു മെഡിറ്റേറ്റ് അപ്പോൺ, ധ്യാനിക്കുക. സ്നാപകന് യേശുവിനെ നോക്കിയിട്ട് അസ്വസ്ഥനായി. സ്നാപകൻ അവൻ കൂട്ടത്തിൽ ഒരാളല്ല, അവനെന്തൊരു പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലായി. പിന്നെ സ്നാപകൻ അസ്വസ്ഥനായി. അസ്വസ്ഥനായത് അവന് എൻ്റെ ധ്യാന വിഷയമാകുമ്പോഴാണ്. അവനെൻ്റെ ധ്യാന വിഷയമായി, സ്നാപകൻ്റെ ധ്യാന വിഷയമായി ഈശോ. അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു പെട്ടപ്പെട്ട ഒരു അസ്വസ്ഥത. ഈ ധ്യാനം കൂടുമ്പോൾ ചില ആളുകൾക്ക് വരുന്നൊരു മാറ്റമുണ്ട്. ആ വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പെട്ടപ്പെട്ടപ്പ്. അതാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്ന അനുഭവം. അല്ലെങ്കിൽ അത് അതേപടി കിടക്കും. ചിലർ ധ്യാനം കൂടാൻ പോയാൽ അതേപടി തിരിച്ചു വരും, ഇല്ലേ? അപ്പം ഇത് വേണം, ഈ അസ്വസ്ഥത വേണം. വചനം കേൾക്കുമ്പോൾ മുറിപ്പെടണം. അതാണ് വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ച എന്ന് പറയുന്നത്. മൂർച്ച ഏൽപ്പിക്കും വചനം. ശരിക്കും നമ്മൾ വചനം സ്വീകരിച്ചാൽ ഇരുതലവാളിനേക്കാൾ മൂർച്ച. എന്താ ഈ ഇരുതലവാളെന്നറിയോ? റോമൻ പടയാളി ഉപയോഗിക്കുന്ന വാളാണ് ഇരുതലവാൾ. അന്ന് മിക്കവാറും ഈജിപ്തുകാരും അത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയണം. പക്ഷേ റോമൻ പടയാളികളാണ് ഇരുതലവാൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ട് വശവും കൂർത്ത, ഇങ്ങനെ എന്താ പറയുക, മൂർച്ചയുള്ള രണ്ട് വശവും, രണ്ടിങ്ങനെ അറ്റം കൂർത്തിരിക്കുക. ഇരുവശം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കടാര പോലെ ഇരിക്കും, രണ്ട് വശവും ഇങ്ങനെ കൂർത്തിങ്ങനെ ഇരിക്കും. രണ്ട് വശത്തും മൂർച്ച, എല്ലാ അറ്റത്തും മൂർച്ച, എല്ലാ വശവും. പിടി മാത്രമേ ഉള്ളൂ മൂർച്ചയില്ലാത്തത്. ഇരുതലവാളിൻ്റെ ഒരു പ്രത്യേകത, ഈ വാളെടുത്ത് വീശിയാൽ വീശുന്നവന് മുറിവേൽക്കും സൂക്ഷിച്ചില്ലെങ്കിൽ. ശത്രുവിൻ്റെ തല, റോമൻ പടയാളി വാള് പുറത്തെടുത്താൽ ശത്രുവിൻ്റെ തല അറ്റുവീണല്ലെങ്കിൽ ഈ വെട്ടിയവന് മുറിവേൽക്കും. അതാണ് ഇരുതലവാൾ. അപ്പൊ റോമൻ പടയാളി വെറുതെ വാളെടുക്കാൻ പാടില്ല. വാളെടുത്തവന് വാളാൽ ശത്രു വീഴണം, അല്ലെങ്കിൽ അവൻ വാളാൽ മരിക്കും. അതാണ്. അപ്പോൾ ഈശോ പറയാണ്, അല്ലെങ്കിൽ വചനം പറയാണ്, വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് എന്ന് പറഞ്ഞെന്താ? അത് പറയുന്നവനെയും കേൾക്കുന്നവനെയും മുറിപ്പെടുത്തണം. പറയുന്നവനെ ആദ്യം മുറിപ്പെടുത്തണം. പറയുന്നവനെയും കേൾക്കുന്നവനെയും ഒരുപോലെ മുറിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അങ്ങനെ ആവണം. അതാണ് ഇരുതലവാൾ. അപ്പൊ അതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് മൂന്നാമത്തെ കാഴ്ച. ധ്യാന വിഷയമായും മുറിവേറ്റു. സ്നാപകന് മുറിവേറ്റു മനസ്സിന്. അവനൊരു ധ്യാന വിഷയമായി, അവൻ അസ്വസ്ഥനായി. പിന്നൊരു നോട്ടം കൂടിയുണ്ട്, നാലാമത്തെ നോട്ടം. അതാണ് ഹൊറാവോ. അതിനർത്ഥം എന്നറിയോ? ടു ബി വൺ വിത്ത് അവൻ്റെ കൂടെയാണ്, അവനായിരിക്കുക, അവനോട് അലിഞ്ഞു ചേരുക. അതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞ, ഞാനല്ല ക്രിസ്തുവിനിൽ ജീവിക്കും. ഇനി ഞാനല്ല ക്രിസ്തുവിനിൽ ജീവിക്കും. പിന്നെ ഒന്നുമില്ല, എല്ലാം മറന്നു. പെട്ടെന്ന് 8 മണിയായോ? ഞാൻ വെറുതെ സമയം നോക്കിയാണ്, ഇനി അരമണിക്കൂറും കൂടെ ഉണ്ടോയെന്നറിയാൻ. അപ്പൊ 8 മണി. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഷാജി അടുത്ത സ്ലൈഡ് കൂടെ കാണിച്ചേ. ഗോ മേക്ക് ബാപ്റ്റൈസ് ടീച്ച്. പോകുവിൻ, പ്രഘോഷിക്കുവിൻ, സ്നാനം നൽകുവിൻ, പഠിപ്പിക്കുവിൻ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അനുഭവം കിട്ടിയിട്ടേ പോകാവൂന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ വന്നു കയറുമ്പോൾ തന്നെ മിഷണറിമാരാവുന്നില്ല. നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഇനിയുണ്ട് മൊഡ്യൂള്. പറഞ്ഞതിൻ്റെ ചുരുക്കം അതാണ്. എന്നിട്ട് ഡിസൈപ്പിൾ ആവണം, നല്ല ഡിസൈപ്പിൾ ആവണം. ഈശോയെ നോക്കണം, ഈശോയെ തിരിച്ചറിയണം, ഈശോയെ ധ്യാനിക്കണം, ഈശോയുമായിട്ട് ഒന്നാവണം. എന്നിട്ട് വേണം മിഷന് പോകാൻ, എന്നിട്ട് വേണം പ്രൊക്ലെയിം ചെയ്യാൻ പോകാൻ. പിടികിട്ടിയ എൻ്റെ പണി കഴിഞ്ഞു. നമുക്കൊന്ന് ഓക്കെ. അപ്പൊ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ? എഴുന്നേറ്റേക്ക് കേട്ടോ. നന്മ നിറഞ്ഞു പറയുന്നേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ ലൂർദ് മാതാവേ,
ഞാൻ എന്തിനാ ലൂർദ് മാതാവിനെ വിളിച്ചെന്നറിയോ? എൻ്റെ ഇടവപ്പള്ളിയിലെ മധ്യസ്ഥ ലൂർദ് മാതാവ്.